ഹലോ ഗായ്സ്, മേക്കർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാർട്ടി പോപ്പറാണ് ഗായ്സ്. അപ്പോൾ ഇതൊരു PVC പൈപ്പ് വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാർട്ടി പോപ്പറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കിത് റീഫിൽ ചെയ്ത് റീയൂസ് ചെയ്യാം. എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. സോ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. 2 ഇഞ്ചിൻ്റെ PVC പൈപ്പ്, 3 ഇഞ്ചിൻ്റെ PVC പൈപ്പ്, റെഡ്യൂസർ, സ്റ്റോപ്പർ. നമുക്ക് ഈ സ്റ്റോപ്പർ PVC പൈപ്പ് പശ തേച്ച് ഒട്ടിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും റെഡ്യൂസർ പശ തേച്ച് ഒട്ടിക്കുക. എന്നിട്ട് സ്റ്റോപ്പറിൻ്റെ ക്യാപ്പ് ഊരിയിട്ട് അതിലൊരു ഹോള് തുളയ്ക്കേണ്ടതുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു ലൈറ്റർ കയറ്റാനാണ്. ഈ ലൈറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പാർട്ടി പോപ്പർ ട്രിഗർ ചെയ്യാൻ പോകുന്നത്. സോ ഈ ലൈറ്റർ നമ്മൾ പശ വെച്ച് ഒട്ടിക്കുക. അതിനുശേഷം നമുക്ക് ഇനി പീസ് ഉണ്ടാക്കാം. ഈ പാർട്ടി പോപ്പറിലിടുന്ന ചെറിയ ചെറിയ പേപ്പറുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ശരിയായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഫില്ല് ചെയ്യാം. സോ അപ്പോൾ ഇതിനകത്ത് മറ്റേ വെട്ടിയിട്ട പേപ്പറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ആദ്യം ഈ കട്ട് പീസൊക്കെ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നമ്മൊരു വലിയൊരു ഇത്രയുള്ള ഒരു ഷീറ്റ് എടുക്കണം. ഈ ഷീറ്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടണം. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന ഈ പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ കത്തണ സ്ഥലത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇവിടെയാണ് ഇതിൻ്റെ കമ്പസ്റ്റൻ നടക്കുന്നത്. സോ ഇവിടെ വരെ അത് ഈ പേപ്പർ ഇവിടെ കൊണ്ടുപോയി നിർത്തും. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു കോല് വെച്ച് നമ്മളിത് ഈ ഇവിടം വരെ അത് ഇറക്കണം. ഇനി നമുക്ക് ഈ കട്ട് പീസിനകത്തേക്ക് നിറയ്ക്കാം. പിന്നെ ഇതിനകത്ത് ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇത് കുത്തി നിറച്ച് കയറ്റരുത്. നമ്മൾ തിരിച്ച് കയറ്റാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊട്ടുമ്പോൾ കട്ടായിട്ട് വന്ന് വീഴും. ഇങ്ങനെ സ്പ്രെഡായിട്ട് പോകില്ല. അല്ലെങ്കിൽ നമ്മൾ കുറച്ചേച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഇത്രയും ഫില്ലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു A4 ഷീറ്റിൻ്റെ ഒരു പീസ് എടുത്തുകൊണ്ട് നമുക്കിത് കവർ ചെയ്യാം. ഇതെന്തിനാ കവർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എയർ നല്ല ഫോഴ്സ്, നല്ല പ്രഷർ കിട്ടാൻ വേണ്ടിയാണ്. ഇങ്ങനെ അടച്ചു കഴിയുമ്പോൾ എന്തൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കത്തുമ്പോൾ ഇങ്ങനെ എയർ ഇങ്ങനെ കംപ്രസ് ആവും. ഒറ്റയടിക്ക് കൊട്ടുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സ്പ്രെഡായി പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ മുകളിൽ വെള്ള പേപ്പർ കിട്ടുന്നത്. സോ നമ്മൾ വെള്ള പേപ്പർ A4 ഷീറ്റിൻ്റെ പേപ്പർ വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇൻസുലേഷൻ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. ഗായ്സ്, അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് സ്പ്രേ അടിച്ച് പാർട്ടി പോപ്പർ പൊട്ടിച്ച് നോക്കാം. നമ്മളിപ്പോൾ സ്പ്രേ അടിക്കാൻ പോകണം. പിന്നെ ഗായ്സ്, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പ്രേ നമ്മൾ ഈ ലൈറ്റർ അടിക്കുമ്പോൾ സ്പ്രേ കത്തും. അപ്പോൾ എയർ എക്സ്പാൻഡ് ചെയ്യും. ആ എക്സ്പാൻഡ് ചെയ്യുന്ന ഫോഴ്സും കൊണ്ട് ഈ ഇതിനകത്തുള്ള കട്ട് പേപ്പേഴ്സ് എല്ലാം തെറിക്കും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത്. സോ നമുക്ക് പൊട്ടിച്ച് നോക്കാം. അതിൻ്റെ പവർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്ത് കളർ പൊടി ഇട്ട് നോക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വല്ല പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് അറിയിക്കുക. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.